ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സിറിയയിൽ അഹമ്മദ് ഷാരയുടെ സൈന്യവും ഡ്രൂസ് അലവിറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായ അവസ്ഥയിലാണുള്ളത്. ബഷർ അൽ അസദിന്റെ ഭരണം അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം അഹമ്മദ് ഷാര ഭരണകൂടമാണ് ഇപ്പോൾ സിറിയ ഭരിക്കുന്നത്. ഈ പുതിയ ഭരണകൂടത്തെ വിശ്വാസത്തിലെടുക്കാൻ ഡ്രൂസ് അടക്കമുള്ള അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ പ്രധാന കാരണം. ഈ ഡ്രൂസ് വിഭാഗങ്ങൾ എന്നത് മുസ്ലിങ്ങളല്ല. അവർ മുസ്ലിം, ക്രിസ്ത്യൻ, ജൂത, ഗ്രീക്ക് തത്വചിന്തകൾ, ഹിന്ദുമതം എന്നിവയിൽ വിശ്വസിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ്. എല്ലാ കേസും അവർ പിടിക്കും എന്നുള്ളതാണ് രസം. ദുരൂഹമായ ആചാരങ്ങളാണ് അവർക്കുള്ളത്. അസദിന്റെ ഭരണസമയത്ത് ഏതാണ്ട് 7 ലക്ഷം പേരാണ് ഈ ഡ്രൂസ് സിറിയയിൽ ഉണ്ടായിരുന്നത്. അഹമ്മദ് ഷാര വന്നതോടുകൂടി അവരിൽ ഭൂരിപക്ഷവും അഭയാർത്ഥികളായി നാട് വിട്ടു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ അലവിറ്റ്സ് ഷിയ വിഭാഗത്തിന്റെ ഒരു ശാഖയാണെന്നൊക്കെ പറയാമെങ്കിലും അവർ ഷിയാക്കളല്ല എന്നുള്ളതാണ് സത്യം. ഷിയായിസത്തിലെ പല ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഇവർ പിന്തുണയ്ക്കുന്നില്ല. അവരുടെ ദൈവം അലി റളിയല്ലാഹു അൻഹു ആണ്. സിറിയയെ സംബന്ധിച്ച് ഈ 2 വിഭാഗങ്ങളും പഴയ അസദ് ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവരാണ്. എന്നാൽ അഹമ്മദ് ഷാരയുടെ സുന്നി ഭരണകൂടം വന്നതോടെ രാജ്യം ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലെത്തിയത് ഇവരുടെ വിശ്വാസ ആചാരങ്ങൾക്ക് കടുത്ത ഭീഷണിയായതിനാൽ പ്രാദേശികമായ അധികാരങ്ങൾ, ഭൂമി, ജലം ഇവയൊക്കെ പങ്കുവെക്കുന്ന കാര്യത്തിൽ ഇവർ തമ്മിലുള്ള തർക്കം വളരെയധികം രൂക്ഷമാണ്. ഇതിൽ സിറിയയുടെ തെക്കൻ ഭാഗത്തുള്ള സുവൈദ നഗര പ്രദേശങ്ങളാണ് ഡ്രൂസ്, അലവിറ്റ്സ് തുടങ്ങിയ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൂടുതൽ ഭൂരിപക്ഷമുള്ളത്. എന്നാൽ ഇവിടെ തന്നെയുള്ള സുന്നി ബദൂയിൻ വിഭാഗവുമായി ഡ്രൂസ് വിഭാഗം മാസങ്ങളായി നടത്തുന്ന ഏറ്റുമുട്ടലുകൾ ശാന്തമായി വരുന്നതിനിടയ്ക്ക് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഡമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് ബദൂയിൻ വിഭാഗക്കാരനായ ഒരു പച്ചക്കറി കച്ചവടക്കാരനെ ഡ്രൂസുകൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതോടെ സുവൈദ നഗരപ്രദേശങ്ങളിലേക്ക് സിറിയൻ സൈന്യം ഇരച്ചു കയറി ഡ്രൂസ് വിഭാഗക്കാരെ കൂട്ടക്കൊലകൾ ചെയ്യുന്നത് പ്രശ്നങ്ങളെ ഇപ്പോൾ വളരെയധികം സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഏതാനും മാസങ്ങളായി ഏതാണ്ട് 5000-ലധികം കൂട്ടക്കൊലകളാണ് ഈ പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ളത്. മാർച്ചിൽ മാത്രം ഏതാണ്ട് 1700-ലധികം പേരെയാണ് ഒറ്റയടിക്ക് കൊന്നിട്ടുള്ളത്. മാത്രമല്ല, സിറിയൻ സൈന്യം ഇപ്പോൾ വീടുകളിൽ നിന്നും ആളുകളെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ മീശയും താടിയും ഒക്കെ വടിക്കുക, അവരെ മാരകമായി പരിക്കേൽപ്പിക്കുക തുടങ്ങിയ കലാപരിപാടികൾ ചെയ്യുന്നത് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം ഇവർ തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ ആക്കം കൂട്ടുകയാണ് ചെയ്തത്. വരും ദിവസങ്ങളിൽ ഷാരയുടെ സൈന്യത്തിൽ നിന്നും കൂടുതൽ ആക്രമണം പ്രതീക്ഷിക്കുന്നതായി ഡ്രൂസിന്റെ ഷെയ്ഖിന്റെ പ്രസ്താവന യുദ്ധത്തിന്റെ രൂക്ഷതയെ സൂചിപ്പിക്കുന്നു. അതിനാൽ തങ്ങളുടെ സംരക്ഷണത്തിന് നെതന്യാഹുവും ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ കാറ്റ്സുമായി ഡ്രൂസ് വിഭാഗം ബന്ധപ്പെട്ടതിന്റെ ഫലമായി സിറിയയിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഇതോട് അനുബന്ധിച്ചുണ്ടായത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ താക്കീതിനെ വകവെക്കാതെ സിറിയൻ സൈന്യം കൊലപാതകങ്ങളും അക്രമങ്ങളും വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് സിറിയൻ സൈന്യം നിലയുറപ്പിച്ചിരുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ വിമാനങ്ങൾ വലിയ ബോംബാക്രമണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്രായേൽ മുന്നോട്ട് വെച്ച അബ്രഹാം കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറായ അഹമ്മദ് ഷാരയും നെതന്യാഹുവും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്കാണ് സാഹചര്യത്തെ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും വരുന്ന ദിവസങ്ങളിൽ സിറിയയും ഇസ്രായേലുമായി യുദ്ധം ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ കഴിയും. റൂസിലെ മിക്ക മത നേതാക്കളും സിറിയൻ സൈന്യവുമായി ഏറ്റുമുട്ടുന്ന പോരാളികളോട് ആയുധം താഴെ വെച്ച് ഈ സിറിയൻ സേനയ്ക്ക് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും അതനുസരിക്കാൻ അവർ തയ്യാറാവാത്തതിനാൽ രാജ്യം വീണ്ടും ഒരു സായുധ സംഘടനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇസ്രായേലും ഈ ഡ്രൂസ്, അലവിറ്റ്സ് വിഭാഗങ്ങൾ ഒരു വശത്തും, മറുവശത്ത് ഈ ഷാരയുടെ സിറിയൻ സൈന്യവുമായി കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ സിറിയയിൽ നടക്കുന്നത്. അസദിനെതിരെയുള്ള പോരാട്ടത്തിൽ സുന്നി വിഭാഗത്തിൽപ്പെട്ട അഹമ്മദ് ഷാര ഗ്രൂപ്പിനെ പിന്തുണച്ച നെതന്യാഹു ഇപ്പോൾ ഡ്രൂസിനെ പിന്തുണയ്ക്കുന്നത് രാജ്യത്തെ ആഭ്യന്തര സംഘർഷങ്ങളിൽപ്പെടുത്തി അസ്ഥിരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇവന്മാർ തമ്മിലുള്ള ഈ ശത്രുത വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. സിറിയൻ ഭരണകൂടം ഈ ഡ്രൂസിനെ ദ്രോഹിക്കുന്നത് തടയാനും സിറിയയുമായുള്ള നമ്മുടെ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്തിന്റെ സൈനികവൽക്കരണം ഉറപ്പാക്കാനും വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് നെതന്യാഹുവിന്റെയും പ്രതിരോധ മന്ത്രി കാറ്റ്സിന്റെയും പ്രസ്താവനയിലൂടെ പറയുന്നത്. അതിനർത്ഥം സിറിയയിൽ വരും ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം കാര്യമായും ഇടപെടും എന്ന് തന്നെയാണ്. ഇറാന്റെ പിന്തുണയുള്ള അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ലക്ഷ്യമാണ് നെതന്യാഹു അഹമ്മദ് ഷാര സംഘത്തെ സഹായിക്കാൻ കാരണമായത്. എന്നാൽ അഹമ്മദ് ഷാരെ ഒരിക്കലും വിശ്വാസത്തിലെടുക്കാൻ നെതന്യാഹു തയ്യാറല്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഇറാൻ, ഇറാഖ്, സിറിയ, ലെബനൻ വഴി ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ആയുധങ്ങൾ എത്തിക്കുന്നു എന്ന ആരോപണം
ഇസ്രായേൽ ഉയർത്തുന്നുണ്ട്. ഇങ്ങനെ സിറിയ ഇതിനെ സഹായിക്കുന്നു എന്ന ഒരു തരത്തിലാണ് ഇസ്രായേലിന്റെ നിലപാടുള്ളത്. സിറിയ ഒരിക്കലും അറിയാതെ അവരുടെ രാജ്യത്ത് കൂടി ഇറാന്, ഹമാസിനോ ഹിസ്ബുള്ളയ്ക്കോ ഒന്നും ആയുധങ്ങൾ കടത്താൻ കഴിയില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഷാരയോട് ഇസ്രായേലിന് അല്പം നീരസവുമുണ്ട്. തന്നെയുമല്ല, ഇറാൻ സിറിയയിലെ അഹമ്മദ് ഷാരയുമായി ഒരു സൗഹൃദത്തിന് ശ്രമിക്കുന്നതും മറുവശത്ത് അതിനായി സൗദി അറേബ്യ ഉൾപ്പെടുന്ന അറബ് രാജ്യങ്ങളുടെ രഹസ്യമായ ശ്രമങ്ങളും മറ്റ് സഹായങ്ങളും സിറിയയ്ക്ക് ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ ഇന്റലിജൻസ് പറയുന്നത്. ഇറാൻ സിറിയ ചങ്ങാത്തം അറേബ്യൻ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് വാസ്തവം. പ്രത്യേകിച്ച് ഇറാന് മേൽ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിക്ക് സിറിയയിൽ വീണ്ടും ഇറാൻ ഇടപെടുന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുക. ഇങ്ങനെ ഒരു കൂട്ടുകെട്ട് അഹമ്മദ് ഷാര അംഗീകരിക്കുന്നില്ലെങ്കിലും നെതന്യാഹുവോ അയാളുടെ സൈന്യമോ ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ വിഷയങ്ങൾക്ക് മുന്നിൽ മറ്റൊരു പ്രശ്നവുമുണ്ട്. ഷാരയെ സംബന്ധിച്ച് അയാളുടെ ജന്മസ്ഥലമായ സിറിയയുടെ ഗോലാൻ പ്രദേശങ്ങൾ ഇന്ന് ഇസ്രായേലിന്റെ കൈവശമുള്ളതിനാൽ അത് തിരിച്ചു പിടിക്കണമെന്ന രഹസ്യമോഹമുള്ള ആളാണ് ഈ ഷാര. എന്നാൽ സിറിയൻ സൈന്യത്തിന് ഇപ്പോൾ കാര്യമായ ആയുധങ്ങളോ സൈനിക ശക്തിയോ ഇല്ലാത്തതിനാൽ ഇസ്രായേലുമായി ഒരു തുറന്ന പോരാട്ടത്തിന് അവർക്ക് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവർ ഇസ്രായേലുമായി ഒരു ചെങ്ങാത്തം കൂടാൻ ശ്രമിച്ചുകൊണ്ടുമിരിക്കുകയാണ്. അതാണ് അവർ അബ്രഹാം കരാറിൽ ഒപ്പുവെക്കാമെന്നൊക്കെ സമ്മതിക്കുന്നത്. ഈ അബ്രഹാം കരാർ എന്നത് ഇസ്രായേലുമായി അറബ് രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചങ്ങാത്തമാണ്. ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി തടയാൻ വേണ്ടിയാണ് അബ്രഹാം കരാറിൽ ഈ ഓരോ രാജ്യങ്ങളെയും കൊണ്ട് അവർ ഒപ്പുവെപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇറാനും ഇസ്രായേലിനും ഇടയ്ക്കുള്ള സിറിയ രണ്ട് കൂട്ടരെ സംബന്ധിച്ച് വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായതിനാൽ ഇതിനെ മുതലെടുത്തുകൊണ്ട് ശക്തി പ്രാപിക്കാനാണ് അഹമ്മദ് ഷാരയുടെ ഇപ്പോഴത്തെ ശ്രമം. അതുകൊണ്ട് ഇയാൾ ഒരേ സമയം ഇസ്രായേലുമായി പരസ്യമായും ഇറാനുമായി രഹസ്യമായും ചങ്ങാത്തം കൂടാനുള്ള ശ്രമമാണ്. ഇത് ഇസ്രായേൽ ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ റൂസിന് പിന്തുണ എന്ന് പറഞ്ഞുകൊണ്ട് നെതന്യാഹു സിറിയൻ സൈന്യത്തിന് മേൽ ആക്രമണം അഴിച്ചുവിടുന്നത്. സിറിയയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ശക്തി ഉണ്ടാവുന്നത് തടയേണ്ടത് നെതന്യാഹുവിന്റെ ആവശ്യമാണ്. എന്നാൽ ഇസ്രായേൽ ഷാരയെ പിടക്കുന്നത് അപകടമാണെന്നറിഞ്ഞ ട്രംപ് സിറിയയുടെ മേലുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്നും പിന്മാറണമെന്ന് നെതന്യാഹുവിനോട് ഉപദേശിച്ചിരിക്കുകയാണ്. ആക്രമണം നിർത്തിയെന്നൊക്കെ നെതന്യാഹു പറഞ്ഞെങ്കിലും അതൊന്നും ശാശ്വതമല്ല. ട്രംപിനെ സംബന്ധിച്ച് അയാള് ഇസ്രായേലിനോട് നിങ്ങൾ യുദ്ധം നിർത്തണം, അല്ലെങ്കിൽ ഗസയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നിലൂടെ ചെന്നിട്ട് പറയും നിങ്ങൾ ശരിക്കും അവന്മാരെ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു നിലപാടാണ് ട്രംപിനുള്ളത്. അയാളിപ്പം നെതന്യാഹുവിനെ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങൾ സിറിയയ്ക്ക് മേൽ ആക്രമണം നടത്തരുത്, അവരെ പിണക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തോടെ പറയും സിറിയ ആക്രമിക്കുക, അവന്മാരെ വളർത്തരുത് എന്ന്. ഇത് ഈ ഷാരയ്ക്കും അറബികൾക്കും എല്ലാം അറിയാം. അതുകൊണ്ടാണ് ഇസ്രായേലിനെ അവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാന് സിറിയയിലേക്ക് കടന്നു കയറാനുള്ള ഒരു എൻട്രിയാണ് നെതന്യാഹു ഇപ്പോൾ ഒരുക്കി കൊടുക്കുന്നത് എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഇറാൻ അമേരിക്കയുമായി ഒരു ആണവ കരാറിൽ ഒപ്പുവെക്കുന്നതിന് ട്രംപ് പുതിയ സമയം നിശ്ചയിച്ചിരിക്കുകയാണ്. അത് ആഗസ്റ്റ് വരെയാണ്. അതായത് അടുത്ത മാസം ലാസ്റ്റ് വരെ ഇറാന് സമയമുണ്ട്. എന്നിട്ടും അവർ ആണവ കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയും യൂറോപ്പും ഒക്കെ ഇറാന് കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത്. ഈ ഉപരോധം എന്നൊക്കെ പറയുന്നത് ഇറാനെ സംബന്ധിച്ച് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് അവരിത് കാര്യമാക്കില്ല എന്ന് ട്രംപിനും ഈ യൂറോപ്പിനും എല്ലാം അറിയാം. ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഇറാനെ മാക്സിമം ടൈറ്റാക്കി നിർത്തുക, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവർക്ക് മേലൊരു ആക്രമണം അഴിച്ചുവിടുക എന്നുള്ളത് തന്നെയാണ്. ഇറാനെ അവർക്ക് എങ്ങനെയെങ്കിലും തോൽപ്പിക്കേണ്ട ഒരു ആവശ്യം ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും യൂറോപ്പിൻ്റെ എല്ലാം മുന്നിലുണ്ട്. അതിനുവേണ്ടി അവർ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതറിയുന്ന ഇറാൻ കൂടുതൽ ആയുധങ്ങൾ വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ വലിയ ചരക്ക് വിമാനങ്ങൾ പലതവണ ഇറാനിലെത്തി തിരിച്ചു പോയതായിട്ട് സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ അമേരിക്കയും ലോകവും മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ആയുധങ്ങൾ എത്തുന്നതാണ് എന്നാണ് റിപ്പോർട്ട്. അപ്പം ഇറാൻ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. യുദ്ധമുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഇസ്രായേൽ ആയിരിക്കില്ല, ഒരുപക്ഷെ അമേരിക്കയും യൂറോപ്പും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സഖ്യശക്തിയാവും. അതിൽ ഇസ്രായേലിനെ മുന്നിൽ നിർത്തുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ അവർ തുടങ്ങിക്കൊടുക്കും. കാരണം അവർക്ക് ഇനി ഈ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇറാനെ ആക്രമിച്ചേ പറ്റൂ. അതുകൊണ്ട് അവർ ഏതെങ്കിലും തരത്തിൽ ഇറാനെ ആക്രമിക്കും. വീണ്ടും ഒരു ഗൾഫ് യുദ്ധം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്ന് ഈ ഓരോ ദിവസങ്ങളിലെയും വാർത്തകളിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഒത്തുതീർപ്പ് കരാർ അല്ലെങ്കിൽ ബന്ദി കൈമാറ്റ കരാർ അലസിപ്പോയത് കൊണ്ട് ഇസ്രായേൽ ഗസയ്ക്ക് മേലുള്ള ആക്രമണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും 200-300 പേരെ വെച്ച്
ബോംബ് ചെയ്തവർ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഈ ഭക്ഷണ കേന്ദ്രങ്ങളിലും ഈ ജനങ്ങളെ കൂട്ടക്കൊല നടത്തുന്നുണ്ട്. ഇന്നത്തെ വാർത്തയിൽ ഗസയിൽ ഭക്ഷണ കേന്ദ്രത്തിൽ നടന്ന തിക്കിലും തിരക്കിലും 20-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ്. ഈ തിരക്ക് എന്ന് പറയുന്നത് ഭക്ഷണം മേടിക്കാനല്ല. അവിടെ ഇസ്രായേലി ഭീകരന്മാർ തോക്കുമായി നിന്ന് അവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവർ പിന്നോട്ട് മാറുകയോ ഓടുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മറിഞ്ഞു വീണും അല്ലെങ്കിൽ ചവിട്ടേറ്റുമൊക്കെ മരിക്കുന്നതിലൂടെയാണ് ഈ മരണങ്ങൾ വർദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അനേകം സൈനികരാണ് ഹമാസിന്റെ ആക്രമണങ്ങളിൽ ഇസ്രായേലിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഹമാസിനെയും ഹൂത്തികളെയും ഹിസ്ബുള്ളയെയും ഒരേ സമയം നേരിടേണ്ടി വരുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി സിറിയയുടെ സൈന്യത്തെ നേരിടുക എന്നത് അവരെ കൂടുതൽ ദുർബലമാക്കും എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇത് ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ വളരെയധികം സങ്കീർണമാക്കിയിരിക്കുകയാണ്. എന്തായാലും സിറിയയുമായി ഇസ്രായേൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഒത്തിണങ്ങി വന്നിരിക്കുകയാണ്. അഹമ്മദ് ഷാരെയും നെതന്യാഹുവുമായിട്ടുള്ള സൗഹൃദമെല്ലാം അവസാനിപ്പിച്ച് ഈ ഷാരയുടെ യഥാർത്ഥ മുഖം ഇനി ചിലപ്പോൾ നെതന്യാഹുവിന് കാണേണ്ടി വരും. കാരണം അയാളൊരു ഭീകരനാണല്ലോ, അയാളൊരു IS കാരനാണ്. $10 ലക്ഷം അമേരിക്ക തലയ്ക്ക് വിലയിട്ട ആളാണ് ഈ അഹമ്മദ് ഷാരെ എന്ന ആൾ. അപ്പം ട്രംപ് അയാളുടെ തോളയിൽ കൈയൊക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ പോലും അയാളുടെ ഉള്ളിൽ ആ പഴയ IS കാരനുണ്ട്. അതിപ്പം ഇസ്രായേലുമായി ഏറ്റുമുട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ഈ IS തീവ്രവാദികൾ അല്ലെങ്കിൽ ഭീകരർ ഇസ്രായേലിന് വളരെയധികം നാശങ്ങൾ വരുത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.